അല്ലാഹു തആല പറയുകയാണ്, പരിശുദ്ധമായ റമദാനിന്റെ അവസാന 10 ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിൽ നിസ്കരിക്കേണ്ട 2 റക്അത്ത് നിസ്കാരം അല്ലാഹുവിന്റെ പ്രവാചകന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 റക്അത്ത് നിസ്കരിച്ചാൽ 10 പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്. തൻ്റെ ജീവിതത്തിൽ ആദ്യം ചെയ്ത പാപം, അവസാനമായി ചെയ്ത പാപം, അറിഞ്ഞ് ചെയ്ത പാപം, അറിയാതെ ചെയ്ത പാപം, അതാ ഒറ്റയ്ക്ക് ചെയ്ത പാപം, അതാ കൂട്ടമായി ചെയ്ത പാപം, രഹസ്യമായി ചെയ്ത പാപം, പരസ്യമായി ചെയ്ത പാപം, നിന്റെ ജീവിതത്തിൽ ചെയ്ത വൻ പാപങ്ങൾ, ചെറുത പാപങ്ങൾ, ഇങ്ങനെ 10 രീതിയിലുള്ള പാപങ്ങൾ അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, റമദാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിനക്ക് നിസ്കരിക്കാൻ മനസ്സുണ്ടോ? പാതിരാത്രിയിൽ നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലമാ എൻ്റെ പ്രിയപ്പെട്ടവരെ റമദാനിൽ ചെയ്തു പോയ അപരാധങ്ങളുണ്ടല്ലോ, മറ്റു 11 മാസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും ഓർമ്മ വെച്ച കാലം മുതൽ, നിനക്ക് പ്രായപൂർത്തിയായത് മുതൽ ഇന്ന് വരെ നീ ചെയ്ത പാപങ്ങൾ മുഴുവനും അല്ലാഹു നിനക്ക് പുറത്തു തരണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണേ. ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണേ. മറന്നു പോകല്ലേ പെങ്ങളെ, മറന്നു പോകല്ലേ. റമദാനിന്റെ ഏതെങ്കിലും ഒറ്റ രാത്രിയിൽ 27 രാവിന്റെ അന്ന് മാത്രം ചെയ്യാറുള്ളതല്ല, 29 25 എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് മറക്കാതെ ചെയ്യണം. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാ, അല്ലാഹുവേ പടച്ചവനെ, നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ വിട പറയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സമയമുണ്ടല്ലോ, റമദാൻ വിട പറയാൻ അവസാനമായി നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടതുപോലെ യാത്രയാക്കാതെ കാത്തു നിൽക്കുമ്പോൾ, അവസാനത്തെ 10 പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറുവാൻ പടച്ചവൻ തന്ന അവസരമാ, പാഴാക്കല്ലേ. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാ, എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നറിയുമോ? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാ, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതണം, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, 7 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. 7 പ്രാവശ്യം ഓതിയിട്ട് സാധാരണ നിസ്കരിക്കുന്നത് പോലെ ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കണം. രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹ ഓതിയതിനു ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. 7 പ്രാവശ്യം ഇഖ്ലാസ് ഓതിയിട്ട് അതാ അവസാനം സാധാരണ നിസ്കാരം പോലെ നിസ്കാരം പൂർത്തീകരിക്കണം. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി കഴിഞ്ഞാ ആ ഇരിപ്പിലിരുന്നു കൊണ്ട് ഒരു കാര്യവും സംസാരിക്കാതെ, ദുനിയാവിന്റെ ഒരു കാര്യവും പറയാതെ, ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് 70 പ്രാവശ്യം പറയണം. 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് 70 പ്രാവശ്യം പറഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പടച്ചവരോട് തൗബ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്നു. അല്ലാഹു നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുടങ്ങാതെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഈ ദിക്റ് പറഞ്ഞിട്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ അല്ലാഹു അവന്റെ സർവ്വ പാപങ്ങളും പുറത്തു തരും. 10 രീതിയിലുള്ള പാപങ്ങളും പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ചെയ്യാനുള്ള ഭാഗ്യം നൽകി